ഗായ്സ് 90 ദിവസത്തിന് എക്സാമിന് ശേഷം നമ്മൾ ജീവനോടെ തിരിച്ചു വന്നിരിക്കും. യൂണിവേഴ്സിറ്റി എക്സാമിന് പഠിക്കുന്നതിനേക്കാളും ഏറ്റവും ടാസ്ക് പിടിച്ച പണിയാണ് ഓരോ ദിവസത്തെയും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ സർവൈവ് ചെയ്യുക എന്നുള്ളത്. എക്സാം തീരുന്നതിന് മുന്നേ ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യമാണ് അന്ന് ഉച്ചയ്ക്ക് പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കണമെന്ന്. ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഏതൊരു മെഡിക്കൽ പ്രൊഫഷൻ ആയാലും അതിന്റെ എക്സാം സർവൈവ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് അവർ ഏത് വൃത്തികെട്ട സാഹചര്യത്തിൽ കൊണ്ടിട്ടാലും അവരവിടെ സർവൈവ് ചെയ്യും. ഈ ഒരു തിരക്ക് നമ്മൾ നേരത്തെ എക്സ്പെക്ട് ചെയ്തതാ. ഫുഡ് എന്തായാലും ഉടനെ കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. ലേമാനി കുടിക്കാന്ന് വെച്ചാലോ അവിടെ കപ്പും തീർന്നില്ല. മുന്നോട്ട് വെച്ച കാലം എന്തായാലും പിന്നോട്ടില്ല. 1.5 മണിക്കൂർ വെയിറ്റിംഗിനൊടുവിൽ നമ്മുടെ പേര് വിളിച്ചെന്നേ കയറി നേരെ ഓർഡർ ചെയ്തു. പിന്നെ അതിനുള്ള വെയിറ്റിംഗ് ആയി. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ തൃശ്ശൂരുള്ള എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. വെയിറ്റ് ചെയ്ത് പാവം കിടന്ന് ഉറങ്ങിപ്പോയി. ഫുഡ് വരുന്ന മുന്നേ 7-Upന്റെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനമാക്കി. എത്ര വെയിറ്റ് ചെയ്താലും എന്താ, ഫസ്റ്റ് ബൈറ്റിൽ തന്നെ ആ സങ്കടം ഒക്കെ നമ്മൾ മറക്കും. 90 ദിവസത്തിന് ശേഷമാണ് ടെൻഷനും പേടിയും ഒന്നും ഇല്ലാതെ ഫുഡ് കഴിക്കുന്നത്. അവസാനം കഴിച്ച് വയറ് പൊട്ടാറായി. ആ സീറ്റിൽ നിന്ന് എണീക്കാൻ പറ്റ പാട് ഞങ്ങൾക്കേ അറിയൂ. അങ്ങനെ പൈസയും കൊടുത്ത് നമ്മൾ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലോട്ട് നടന്നു. മണ്ണൂത്തിക്കുള്ള ബസ് ശക്തനിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഓട്ടോ പിടിച്ച് നേരെ അങ്ങോട്ട് പോയി. പിന്നെ നമ്മളൊരു പ്രൈവറ്റ് കയറിയിരുന്നു. ഇപ്പോഴാണ് ഈ ബസ്സിൽ ഓരോ സീറ്റിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ബൈബിൾ വെച്ചേക്കുന്ന കണ്ട്. അടിപൊളിയല്ലേ? പിന്നെ നമ്മൾ കോളേജ് എത്തി ചിറ്റാറ്റി കയറിയിട്ട് അവിടുന്ന് എന്തെല്ലാമൊക്കെ മേടിച്ചു കഴിച്ചു. പിന്നെ നേരെ ഹോസ്റ്റലിൽ പോയി ഒരു ഉറക്കവും കഴിഞ്ഞു. പെട്ടിയും പാക്ക് ചെയ്ത് ഞാൻ നേരെ വീട്ടിലേക്ക് വിട്ടു. ഓൾറെഡി എനിക്ക് പനി പിടിച്ചോണ്ട് നൈറ്റിലുള്ള മിന്നലിന് തന്നെ നാടുവിടാന്ന് വെച്ചു.